നമുക്ക് സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് ചുരുക്കമായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയത്തിലേക്കൊന്ന് കടക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വിഷയത്തിൻ്റെ ഒരു ടൈറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നവീകരണത്തിൻ്റെ ചരിത്രത്തിലും തിന്മയുടെ കറകളോ എന്നാണ് വിഷയം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം എന്ന് ചോദിച്ചാൽ, പലപ്പോഴും പ്രൊട്ടസ്റ്റൻ്റ് നവീകരണത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പല വിമർശകന്മാരും ചൂണ്ടിക്കാണിക്കാറുള്ളത് ഈ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അതിലെ നവീകരണകർത്താക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മോശമെന്ന് അവർക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, പൊതുവിൽ നമുക്കും തോന്നിയേക്കാവുന്ന ചില കാര്യങ്ങളെ അവർ ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്നാൽ അതിനെ ഒരു ധനാത്മകമായൊരു തലത്തിൽ നിന്നുകൊണ്ട് ആ വിഷയത്തെ ഒന്ന് വിശകലനം ചെയ്യാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ദീർഘമായ ഒരു പ്രബന്ധം അവതരിപ്പിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പോയിന്റിലേക്ക് മാത്രം ചുരുക്കി അതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനു മുൻപ് ഇതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഒരു വിശകലനം, ഒരു ഏകദേശ ധാരണ നമുക്ക് ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. എങ്കിലും അതിനുശേഷം സംഭവിച്ചത് എന്താണ് എന്നത് സംബന്ധിച്ച് ഒന്ന് ചിന്തിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ. ഈ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം 1517 മാർട്ടിൻ ലൂതർ തൻ്റെ ഈ 95 തീസിസുകളിലൂടെ ആരംഭിച്ചതിന് ശേഷം പിന്നീട് നടന്നിട്ടുള്ള ആ ഒരു ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള ദൈവശാസ്ത്ര ദൈവവിജ്ഞാനീയ ഉപദേശ രൂപീകരണത്തിൻ്റെ തുടർച്ചയായി വന്നിട്ടുള്ള ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ അന്ന് കത്തോലിക്ക ഓർത്തഡോക്സ് സഭകൾ മാത്രമാണ് ഈ 1517 നിലവിലുണ്ടായിരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. മറ്റു യാതൊരു തരത്തിലുള്ള സഭാവിഭാഗങ്ങളും നിലവിലുണ്ടായിരുന്നില്ല. എന്നാൽ ചരിത്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ഈ ക്രിസ്ത്യാനികളുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആ മൊത്തത്തിലുള്ള ജനസംഖ്യ, അതിൻ്റെ അംഗസംഖ്യയെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 37% പ്രൊട്ടസ്റ്റൻ്റുകാരാണ്. ഏകദേശം 37% പ്രൊട്ടസ്റ്റൻ്റുകാരാണ്. ഇനി അതിൽ തന്നെ ആകെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ 13% പെന്തക്കോസ്തുകാരാണ്. എന്ന് പറഞ്ഞാൽ കേവലം 100 വർഷങ്ങൾ കൊണ്ട് ആരംഭിച്ച ഈ പ്രസ്ഥാനം, ആധുനിക പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെ എടുത്തു കഴിഞ്ഞാൽ ആഗോള ക്രിസ്തീയ വിശ്വാസത്തിലെ മൊത്തം അംഗസംഖ്യയുടെ 13% പെന്തക്കോസ്തുകാരാണ്. പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കണക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആകെ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൻ്റെ ഏകദേശം 35 മുതൽ 45% വരെ, കാരണം ഈ പെന്തക്കോസ്ത് സ്വഭാവഭാഗങ്ങളെ കണക്കിലെടുക്കുന്ന രീതിയിൽ ചെറിയ വേരിയേഷൻസ് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും ആകെ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൻ്റെ 35 മുതൽ 45% വരെ പെന്തക്കോസ്ത് സമൂഹമാണ്. അതിൻ്റെ ഒരു വ്യാപ്തി കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം കൂടി പരിഗണിക്കാം. ഈ നവീകരണമൊക്കെ ആരംഭിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിസ്തീയ വിഭാഗമാണല്ലോ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ എന്ന് പറയുന്നത്, പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾ. ഇന്ന് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുടെ അംഗസംഖ്യ നാം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം 2 ഇരട്ടിയിലധികമുണ്ട് ലോകത്ത് ഇന്ന് പെന്തക്കോസ്തുകാർ. എന്ന് പറഞ്ഞാൽ 2000 വർഷമായി ഇവിടെ നിലവിലുണ്ടായിരുന്ന ആ സഭ, അതിൻ്റെ അംഗസംഖ്യയുടെ 2 ഇരട്ടിയിലധികമുണ്ട് കഴിഞ്ഞ കേവലം 100 വർഷങ്ങൾ കൊണ്ട് ആരംഭിച്ച ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ അംഗസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ 1517 ആരംഭിച്ച ആ പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷൻ എൻ്റെ തുടർച്ചയായിട്ട് നടന്ന ആ ചരിത്രത്തിൻ്റെ ഫലമായിട്ടാണല്ലോ ഇന്ന് നമ്മളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആ ചരിത്രത്തിലൂടെ ഈ ഒരു പ്രസ്ഥാനം എത്രത്തോളം വളർന്നു വ്യാപിച്ചു, ഈ ഒരു ആത്മീയ മുന്നേറ്റം എത്രത്തോളം വളർന്നു എന്നൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഈ ഒരു സ്ഥിതിവിവര കണക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. എന്നാൽ ഈ ഒരു വളർച്ചയുടെ തുടക്കത്തിന് നായകത്വം വഹിച്ച ആ വ്യക്തികളെക്കുറിച്ചാണ് നമ്മളിന്ന് അല്പം ചില നിമിഷങ്ങൾ മാത്രം ഒന്ന് ചിന്തിച്ച് ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ വ്യക്തികളുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ ഇതിൻ്റെ എല്ലാം ഫലം ഇപ്പുറത്ത് നിന്ന് അനുഭവിക്കുകയാണ് അല്ലേ. ഏകദേശം 500 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നിന്ന് ഈ നവീകരണത്തിൻ്റെ ആ ചരിത്രത്തിൻ്റെ ഫലം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം അനുഭവിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം മാത്രമാണ് വിശ്വാസത്തിന് ആധാരമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്കതിൽ പ്രത്യേകിച്ച് ഒരു പുതുമയും തോന്നില്ല. കാരണം എന്താണ്, ഈ കഴിഞ്ഞ 500 വർഷത്തെ ചരിത്രം എന്ന് പറയുന്നത് അത് ഈ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ബോധ്യതകൾ ഉറപ്പിക്കുന്ന നിലവാരത്തിൽ തന്നെ അത് അടിസ്ഥാന ബോധ്യതയായി വളർന്നു കഴിഞ്ഞു. വിശ്വാസത്തിൽ മാത്രമാണ് രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അത്ഭുതകരമായ കാര്യമല്ല. പക്ഷേ ആ ചരിത്രത്തിലേക്ക് എത്തിച്ചേർന്നതിന് പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. അപ്പോൾ ഈ ഒരു ബോധ്യതകളുടെ എല്ലാം ഇങ്ങേ തലക്കൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു തുടക്കക്കാരായ വ്യക്തികൾ, അവരുടെ ജീവിതം നാം പരിശോധിച്ച് കഴിഞ്ഞാൽ നാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നവീകരണ നായകന്മാരുടെ അവരിലൂടെ വന്നിട്ടുള്ള ഈ ദൈവശാസ്ത്രപരമായ മുന്നേറ്റങ്ങൾക്ക് അടിസ്ഥാനമായത് എന്ന് പറയുന്നത് അവരുടെ തീവ്രവും വ്യക്തിപരവുമായ അനുഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ നവീകരണ ആശയങ്ങളിലേക്ക് അവരെ തിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളായി
നാം കാണുന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത നാം മനസ്സിലാക്കുമ്പോൾ അവരുടെ ഇപ്പോൾ മാർട്ടിൻ ലൂതറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹം ഈ വിശ്വാസത്തിലേക്ക്, ഈ റോമാലേഖനം വായിക്കുകയും വിശ്വാസ നീതീകരണത്തെക്കുറിച്ച് ബോധ്യപ്പെടുകയും ചെയ്യുന്നതിന് മുൻപ് വളരെയധികം ആത്മപീഠ അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു കടുത്ത വിഷാദ രോഗിയായിരുന്നു ലൂതർ എന്ന് വേണമെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞന് ഒരുപക്ഷെ വിശകലനം ചെയ്യാൻ സാധിക്കും. അത്രത്തോളം ദൈവത്തിൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയും അതിൽ വളരെ ആകുലചിത്തനായി നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ലൂതർ. ആ ഒരു ലൂതറാണ് ഈ റോമാലേഖനത്തിലൂടെ ഈ വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിന് വരുത്തിയ രൂപാന്തരമാണ് പിന്നീട് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനമായി ലോകമെങ്കും വ്യാപിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ജോൺ കാൽവിൻ്റെ ചിന്തകളെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നത് ഇങ്ങനെ ഒരു പരിവർത്തനം, ആ ഒരു ആത്മീയ മുന്നേറ്റത്തിലേക്ക്, ഒരു ആത്മീയ നവീകരണത്തിലേക്ക് താൻ വരുമോ എന്ന് സംശയിക്കത്തക്ക നിലയിലുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പത്തിൽ താനെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ പരിവർത്തനത്തെക്കുറിച്ച് പറഞ്ഞത് പെട്ടെന്നുണ്ടായ ഒരു മനപരിവർത്തനം, പെട്ടെന്നുണ്ടായ ഒരു ദൈവിക സ്പർശനത്തിലൂടെയുള്ള ഒരു മനപരിവർത്തനമാണ് ഈ വിശ്വാസ ബോധ്യതയിലേക്ക് തന്നെ നയിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ജോൺ വെസ്ലിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പോൾ ഈ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് ശേഷം നമ്മൾ കാണുമ്പോൾ പെന്തക്കോസിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ പുറകോട്ട് ചികഞ്ഞ് നോക്കിയാൽ അതെല്ലാം ഹോളിനെസ് പ്രസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ പെന്തക്കോസ് മൂവ്മെൻ്റ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കക്കാരനായിട്ടുള്ള മറ്റൊരു നവീകരണ നായകനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ജോൺ വെസ്ലി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ 35-ാമത്തെ വയസ്സിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹം ലൂതറിൻ്റെ റോമാലേഖനത്തിൻ്റെ കമൻട്രി, മാർട്ടിൻ ലൂതർ എഴുതിയ റോമാലേഖനത്തിൻ്റെ കമൻട്രിയുടെ ആമുഖം വായിച്ചു കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയം അസാധാരണമായി ചൂട് പിടിക്കുന്നതായി അനുഭവപ്പെട്ടു. ഈ സംഭവം അദ്ദേഹത്തിന് രക്ഷയുടെ ഉറപ്പ് നൽകുകയും പിന്നീട് നമ്മൾ കണ്ട ലോകവും വ്യാപിച്ച മെത്തഡിസ്റ്റ് മുന്നേറ്റത്തിന് ഒരു തുടക്കമാവുകയും ചെയ്തു. അപ്പോൾ ഈ നവീകരണ നായകന്മാർ ഓരോരുത്തരെയും നാം പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഈ ദൈവിക സത്യങ്ങളെ തിരിച്ചറിയുന്നതിനും അതിനുവേണ്ടി നിൽക്കുന്നതിനും അവരെ പ്രാപ്തരാക്കിയത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ദൈവികമായ അനുഭവങ്ങളുണ്ട്, അല്ലേ? ഇവരും നമ്മളെപ്പോലെ തന്നെ ഒരുപക്ഷെ ഇന്ന് നാം ചിന്തിക്കുമ്പോൾ, പുറകോട്ടം തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നാവുന്ന ചില ദൈവിക അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിച്ച ദൈവിക ബോധ്യതകൾക്ക് വേണ്ടി അവർ നിന്നതിൻ്റെ പരിണിത ഫലമാണ് ഞാൻ ഈ പറഞ്ഞ 37% പിന്നീട് വന്ന 13%-ൻ്റെയൊക്കെ കണക്ക് വരത്തക്ക രീതിയിലുള്ള വലിയ മുന്നേറ്റങ്ങളായി മാറിയത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ചെറുതും വലുതുമായ ആത്മീയ അനുഭവങ്ങളെ ദൈവത്തിന് പ്രയോജനകരമായ നിലയിൽ നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നുണ്ടോ? ആ ആത്മീയ അനുഭവങ്ങളെ പരിപോഷിപ്പിക്കുവാനും അതിനനുസൃതമായ നിലയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ആത്മീയ ബോധ്യതകൾ, ലൂതറിന് വിശ്വാസത്താലുള്ള നീതീകരണമെന്ന ബോധ്യത ലഭിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിലവാരം വെച്ച് നോക്കിയാൽ ഒരുപക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്തേനെ. അത്രത്തോളം കടുത്ത ഒരു വിഷമത്തിന് അടിമയായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത ദൈവവചനത്തിലേക്ക് കടന്നു ചെല്ലുകയും ആ ദൈവിക സത്യം തിരിച്ചറിയുകയും ചെയ്തു. ആ ദൈവിക സത്യം തന്നെ രൂപാന്തരപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിലനിന്നതിൻ്റെ തുടർച്ചയാണ് പിന്നീട് നമ്മൾ കാണുന്ന ഈ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലുതും ചെറുതുമായ അനുഭവങ്ങളും ഇതേ നിലവാരത്തിൽ തന്നെ ഒരു പുതിയ നവീകരണം ഈ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നതിന് കാരണമാക്കുവാൻ നമുക്ക് സാധിക്കുമോ? അതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചോദ്യമെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ നവീകരണകർത്താക്കളുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ പല നിലകളിലുള്ള ബലഹീനതകളുള്ള വ്യക്തികളായിരുന്നു ഇവരെല്ലാവരും തന്നെ. ഒരുപക്ഷെ സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു വലിയ മുന്നേറ്റമൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഒരുപക്ഷെ ലോകത്തെങ്ങും ആരും കാണാത്ത നിലയിലുള്ള പൂർണ്ണതയുള്ള ജീവിതം നയിച്ച വ്യക്തികൾക്ക് മാത്രമേ ഒരുപക്ഷെ ഇത്ര വലിയൊരു പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? ഒരുപക്ഷെ നമ്മളങ്ങനെ ചിന്തിച്ചേക്കാം. നിശ്ചയമായിട്ടും വിശുദ്ധീകരണമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ വിശുദ്ധീകരണം തന്നെ. ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ വസ്തുതകൾക്കൊന്നും യാതൊരു മാറ്റമില്ല. വിശുദ്ധീകരണം ഏറ്റവും പ്രധാനപ്പെട്ടൊരു യാഥാർത്ഥ്യം തന്നെ ആയിരിക്കുമ്പോഴും ഇവരുടെ ബലഹീനതകളുടെയും ഒരുപക്ഷെ നാം അംഗീകരിക്കാത്ത നിലയിലുള്ള ഇവരുടെ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ തന്നെയാണ് ദൈവം ഇവരെ ഉപയോഗിച്ചതെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ഇപ്പോൾ മാർട്ടിൻ ലൂതറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അദ്ദേഹം അതിൻ്റെ അപ്പുറത്ത് പല നിലകളിലുള്ള പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹം വളരെ നിരന്തരമായി കോപാകുലനാകുന്ന ഒരു വ്യക്തിയായിരുന്നു. അതൊന്നും ഒരു വലിയ കാര്യമായി നമുക്ക് ഇന്ന് തോന്നില്ലായിരിക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കുക, ഇത്ര വലിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് കോപം നിയന്ത്രിക്കാൻ കഴിയാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും കളങ്കമേറിയ ഒരു കാര്യമായി പിൽക്കാലത്ത് വിലയിരുത്തപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് അദ്ദേഹം യഹൂദന്മാർക്കെതിരായി ധാരാളം ലേഖനങ്ങൾ എഴുതി. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ
ചിലർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഹിറ്റ്ലറിൻ്റെ പിൽക്കാലത്തെ യഹൂദന്മാരോടുള്ള മനോഭാവത്തിന് പോലും അടിസ്ഥാന കാരണമായി വന്നത് ലൂതറിൻ്റെ ഈ യഹൂദന്മാർക്കെതിരായ നിലപാടാണെന്നൊക്കെ ചില ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അതൊന്നും ചരിത്രപരമായി പൂർണ്ണമായും ശരിയല്ല. പക്ഷേ ആളുകൾക്ക് അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത ചിലരെയെങ്കിലും ബോധ്യപ്പെടുത്തുവാൻ സാധിക്കത്തക്ക നിലവാരത്തിൽ അതിരൂക്ഷമായ ഒരു യഹൂദ വൈര്യം, യഹൂദന്മാർക്കെതിരായ ഒരു വിരോധം വെച്ച് പുലർത്തിയ വ്യക്തിയായിരുന്നു ലൂതർ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് ഒരു സഭയുടെ നേതൃസ്ഥാനത്തേക്ക് പോലും പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് ദൈവം ഉപയോഗിച്ചത്. അതുപോലെ തന്നെ കാൽവിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു കറയായിട്ട് പലരും പറയുന്നൊരു കാര്യം, മൈക്കൽ സെർവറ്റസ് എന്ന് പറയുന്ന ഒരു ദുരുപദേശകൻ അദ്ദേഹത്തെ വധിക്കുന്നതിന് കാൽവിൻ കൂട്ടുനിന്നു എന്നൊരു ആരോപണം പറയാറുണ്ട്. ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ മൈക്കൽ സെർവറ്റസ് ഈ ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളെ നിഷേധിക്കുന്ന ഒരു ദുരുപദേശകനായിരുന്നു. അദ്ദേഹത്തെ ചുട്ടുകൊല്ലണം എന്ന തീരുമാനമെടുത്തപ്പോൾ അങ്ങനെയല്ല, വെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് കാൽവിൻ എന്ന് പലരും ആരോപിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നിലവാരത്തിലുള്ള അതിശ്രേഷ്ഠമായൊരു ധാർമ്മിക നിലവാരം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു പക്ഷേ അംഗീകരിക്കാൻ സാധിക്കാത്തൊരു നിലവാരമായിട്ട് ചരിത്രത്തിൽ പലരും അദ്ദേഹത്തെ ചിത്രീകരിച്ചേക്കാം. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിയാണ് ദൈവം ഉപയോഗിച്ചത്. ഞാൻ പറയുന്നത് അവർ ചെയ്തത് ശരിയാണെന്നല്ല, പക്ഷേ അവരുടെ ആ ഒരു നിലവാരത്തെക്കുറിച്ച് ഇന്ന് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ നിന്ന് ചില ചിന്തകൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഇപ്പോൾ ജോൺ വെസ്ലിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ഹോളിനസ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു പ്രാഗ്രൂപം എന്ന രീതിയിൽ വിശുദ്ധീകരണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള ചിന്തകളുമായി മുന്നോട്ട് വന്ന വ്യക്തിയാണ് ജോൺ വെസ്ലി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് തികഞ്ഞ ഒരു പരാജയമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതം. അത് വളരെ പ്രസിദ്ധമായൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ആശയം എന്താണ്? ദൈവം ഉപയോഗിച്ചത് ഈ വ്യക്തികൾ ഇത്ര വലിയ പ്രൊട്ടസ്റ്റൻ്റ് മുന്നേറ്റത്തിന് അടിസ്ഥാന ഉപകരണങ്ങളായിട്ട് ദൈവം തൻ്റെ കയ്യിൽ ആയുധമായി ഉപയോഗിച്ച വ്യക്തികൾ ആരും തന്നെ നമ്മുടെ അളവുകോലുകൾ വെച്ച് നോക്കിയാൽ ധാർമ്മികമായി പൂർണ്ണതയുള്ളവർ അല്ലായിരുന്നു. നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ പലവിധമായ ആത്മീക ന്യൂനതകൾ പോലുമുള്ള വ്യക്തികളായിരുന്നു ഈ വ്യക്തികൾ. എന്നാൽ എന്താണ് അവരെ വ്യത്യസ്തരാക്കിയത് എന്ന് ചോദിച്ചാൽ, അവരെ വ്യത്യസ്തരാക്കിയത് അവരുടെ ജീവിതത്തിലൂടെ അവർ കണ്ടെത്തിയ ദൈവിക സത്യങ്ങൾക്ക് വേണ്ടി അവർ നിന്നു. അവരുടെ ആത്മീക അനുഭവങ്ങളെ ചില മുന്നേറ്റങ്ങളുടെ അടിസ്ഥാന കാരണമാകുന്ന നിലവാരത്തിൽ അവർ ദൈവസന്നിധിയിൽ സമർപ്പിതരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നവീകരണത്തിൻ്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. തിരുവഴുത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതിന് 4:7 നമ്മൾ വായിക്കുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളാകുന്നു ഉള്ളത്. മറ്റൊരു ഭാഗത്ത് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസിനോട് ക്രിസ്തു മറുപടി പറയുന്ന ഒരു വേദഭാഗം. അപ്പോൾ നാം ഈ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ യാതൊരു തരത്തിലും പൂർണ്ണതയുള്ളവർ എന്ന് പറയാൻ കഴിയുന്ന വ്യക്തികളല്ല ഇവരാരും തന്നെ. പുറകോട്ട് തിരിഞ്ഞു നോക്കി പ്രൊട്ടസ്റ്റന്റിസത്തെ വിമർശിക്കുവാൻ വേണ്ടി നമ്മുടെ ഈ വിശ്വാസത്തെ വിമർശിക്കുന്ന പലർക്കും തന്നെ ചുരണ്ടിയെടുക്കാവുന്ന ചില കറകൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപക്ഷെ കണ്ടേക്കാം. എന്നാൽ ദൈവം അവരെ ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മളൊന്ന് ഒരു പോസിറ്റീവായൊരു ചിന്തയിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ ദൈവത്തിന് നമ്മളെയും ഉപയോഗിക്കുവാൻ സാധിക്കും, അല്ലേ? ഒരുപക്ഷെ പലരും പറയാറുണ്ട്, നമ്മൾ പലപ്പോഴും നമ്മുടെ വിശുദ്ധിയും ധാർമ്മികതയും ഒക്കെ മറ്റുള്ളവരോടുള്ള താരതമ്യത്തിലാണ് അളക്കാറുള്ളത്. ഞാൻ ആ വ്യക്തിയുടെ അത്രയും മോശക്കാരനല്ല എന്ന്. അങ്ങനെ ലൂതറിനെക്കുറിച്ചോ അല്ലെങ്കിൽ കാൽവിനോടോ വെസ്ലിയോടോ നമ്മൾ താരതമ്യം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദൈവം ഈ ബലഹീന പാത്രങ്ങളെ ഉപയോഗിച്ചുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ അതുപോലെ തന്നെ ബലഹീന പാത്രങ്ങളായ നമ്മളെയും ദൈവത്തിന് ഉപയോഗിക്കുവാനായി സാധിക്കും. അവരുടെ ആ വ്യക്തിപരമായ ആത്മീക അനുഭവങ്ങളിലൂടെ അവർ കണ്ടെത്തിയ ദൈവിക സത്യങ്ങൾക്ക് വേണ്ടി അവർ സമർപ്പിതരായിരുന്നു എന്ന ഒരു ഒറ്റ ഘടകം മാത്രമാണ് നാം ഇന്ന് കാണുന്ന ഇത്ര വലിയ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നവീകരണ നായകന്മാരാക്കി അവരെ മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമുക്കും നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാം. നാം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ ദൈവസന്നിധിയിൽ പ്രയോജനമുള്ള പുതിയ ദർശനങ്ങൾക്കുള്ള പുതിയ നവീകരണത്തിനുള്ള മുഖാന്തരങ്ങളായി മാറ്റുവാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കാമെന്ന ഒരു ആഹ്വാനത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.